ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കഴിഞ്ഞ 9 വർഷം ഞാനൊരു നഗരത്തിലായിരുന്നു. ജനത്തിരക്കുള്ളൊരു നഗരം. അവിടെ പരസ്പരം ഒന്ന് കൈ ഉയർത്തി കാണിക്കാനും നമ്മൾ പരസ്പരം ചോദിക്കുന്നത് പോലെ എന്തുണ്ട് ശേഖരേട്ട, എന്തുണ്ട് മാധവേട്ട എന്നുള്ള ചോദ്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരടോ. ജില്ലാ കളക്ടറുടെ നന്മ കൊണ്ടാ നമ്മളെ രണ്ടുപേരെയും അച്ഛനമ്മമാരായിട്ട് അവൻ തെരുവിൽ നിന്ന് എടുത്ത് വളർത്തുന്നത് എന്നുകൂടി പറ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. മനു സബ് കളക്ടർ ആയതിനു ശേഷേ നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്ന് ചായക്ക് ചൂട് കുറവാണല്ലോ. ചോദിച്ചിട്ട് കുറെ നേരം ആയല്ലോ. ഇല്ലമ്മേ, അടുപ്പത്തുനിന്ന് ഇറക്കിയപ്പോ തന്നെ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതാ. ഓ, അപ്പ ഗ്ലാസ്സുമായി വന്നിട്ട് എവിടെയോ നിന്ന്. അങ്ങനെ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന ശീലം ഇവിടെ ആർക്കും ഇല്ല മോളെ. ഞാൻ എന്തു മറിഞ്ഞു എന്ന് കേൾക്കാനാ അമ്മേ? ഈ വീട്ടില് ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? മോളതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. നമ്മുടെ ശീലം തന്നെയാ മറ്റുള്ളവർക്കും എന്ന് കരുതിയാല് ചിലരിങ്ങനെയൊക്കെ പറയും. ആരും ആരെയും തലയിലെടുത്ത് വെക്കൊന്നും വേണ്ട. അല്ലടി മോളെ, നിന്റെ വീട്ടില് ഇപ്പൊ നടത്തുന്നൊരു കല്യാണമുണ്ട്. അത് 2ാം കല്യാണം എന്നാണോ 3ാം കല്യാണം എന്നാണോ പറയാ? അതിപ്പോ ഇതൊക്കെ ഒരു നമ്പറല്ലേ? മോളെ, വിഷമിക്കണ്ടെന്ന് പറയുന്നത് ശരിയല്ല. മോളുടെ മനസ്സിന് നല്ല വിഷമമുണ്ട്. അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴേ അമ്മ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ കൂട്ടി വെക്കാൻ നിൽക്കരുത്. വല്ലാണ്ട് കരയേണ്ടി വരും. കുറെ നേരമായി അമ്മ തുടങ്ങിയിട്ട്. ഹരിയേട്ടനെ നിത്യേച്ചി വിവാഹം കഴിക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളെ, അമ്മയ്ക്ക് ദേഷ്യം വരാൻ ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടക്കണമെന്നില്ല. ചിലപ്പോ സൂര്യൻ കിഴക്കുതിക്കുന്നത് പോലും അമ്മ വിമർശിക്കാറുണ്ട്. എന്ന് കരുതി സൂര്യനെ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? മോളെ, ഹരിയുടെയും നിത്യയുടെയും വിവാഹത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ചകളൊന്നുമില്ലാതെ അച്ഛൻ നോക്കിക്കോളാം. എന്തൊക്കെയാലും നാട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാടാ. നിന്റെ കാര്യമായോണ്ടേ. ഇരിക്കി ഇരിക്കി. പ്രിയപ്പെട്ടവരെ, ഹരിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 8-9 വർഷം മുൻപ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഹരി. ഹരിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഓടി ചെല്ലുകയായിരുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഹരി നമ്മുടെ ജീവിതത്തിൽ കയറിയിറങ്ങുമായിരുന്നു. ഇത്രത്തോളം സൗഹൃദവും ഇത്രത്തോളം ബന്ധങ്ങളും ഉള്ള ഒരാള് ഈ നാട്ടിൽ നിന്ന് പോവുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷേ കവിതകളുടെയും കഥകളുടെയും കാര്യം പറയുമ്പോൾ അത് എഴുതുന്നയാൾക്ക് ചെറിയ വേദന ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ആ വേദനയിൽ നിന്നാണല്ലോ നല്ല കാവ്യങ്ങൾ പിറവിയെടുക്കുക. ഹരി ഇന്ന് നമ്മുടെ അഭിമാനമാണ്. ഇതൊരു ചെറിയ ചടങ്ങാണ്. പക്ഷേ നമ്മുടെ നാടിന്റെ ആദരം ഇനിയൊരു വലിയ ചടങ്ങോടുകൂടി നമ്മൾ ഹരിക്ക് സമർപ്പിക്കും. ഹരിക്കും ഇനി അങ്ങനെ തന്നെ പറയും. ഹരിയുടെ പ്രിയ പത്നിക്കും നിങ്ങളെല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം.
ഇനി ജോയി സംസാരിക്കും. ഹരിയെപ്പറ്റി പ്രസംഗിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അധിക പ്രസംഗം. എന്നാലും അവന്റെ നേട്ടത്തെപ്പറ്റി രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും മക്കളും എന്നോട് ചോദിക്കാറുണ്ട്, എപ്പോഴും നിങ്ങൾ എന്തിനാ ഹരിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന്. പക്ഷെ അവരങ്ങനെ ചോദിച്ചാലും എന്റെ നാവിൽ എപ്പോഴും ഹരിയെ പറ്റിയേ വരൂ. അമ്പലത്തിലാവട്ടെ, വായനശാലയിലാവട്ടെ, സ്കൂളിന്റെ കാര്യത്തിലാവട്ടെ, വയലിന്റെ കാര്യത്തിലാവട്ടെ, വേറെ ആരാ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നേ? ഹരി ഇപ്പോ വളരെ ഉയരത്തിലാ നിൽക്കുന്നത്. അവന്റെ കൂടെ നിൽക്കുന്നതും അവന്റെ കൈ പിടിക്കുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞ നമ്മുടെ ഭാഗ്യം. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, എത്രയും പെട്ടെന്ന് ഹരി ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നുള്ളതാ. അത്രയും പറഞ്ഞുകൊണ്ട് ഹരിക്കും നിത്യയ്ക്കും മുമ്പോട്ടുള്ള നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഹരിയെ നമ്മൾ നമ്മുടെ ആദരവ് കൊടുത്ത് സ്വീകരിക്കുന്നു. ഇനി നമുക്ക് കേൾക്കേണ്ടത് ഹരിയുടെ വാക്കുകളാണല്ലോ. ചെല്ല്. എന്റെ മനസ്സിലിപ്പോൾ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് എന്നെ ശരിക്കും അറിയാൻ വയ്യ. പുസ്തകം എഴുതിയതോ അവാർഡ് കിട്ടിയതോ ഒന്നുമല്ല കാര്യം. നിങ്ങളിൽ കുറേ പേരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചിരുന്നല്ലോ. ആ തെറ്റിദ്ധാരണ മാറിയെന്നറിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് ചെറുതൊന്നുമല്ല. ഈ കഴിഞ്ഞ 9 വർഷം ഞാനൊരു നഗരത്തിലായിരുന്നു, ജനത്തിരക്കുള്ളൊരു നഗരം. അവിടെ പരസ്പരം ഒന്ന് കൈ ഉയർത്തി കാണിക്കാനും നമ്മൾ പരസ്പരം ചോദിക്കുന്നത് പോലെ എന്തുണ്ട് ശേഖരേട്ട, എന്തുണ്ട് മാധവേട്ട എന്നുള്ള ചോദ്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. ആളുകള് ഓടി തീർക്കുകയാണ്. അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗ്രാമത്തിന്റെ ഭംഗിയും നന്മയും നമ്മളൊക്കെ തമ്മിലുള്ള കൂട്ടായ്മയെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത്. വല്ലാത്തൊരു വിങ്ങല. എന്റെയും വേണുവിൻ്റെയൊക്കെ കൂട്ടുകാർ ഒരുപാട് പേര് വിദേശത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഈ നാട്ടിൽ നിൽക്കേണ്ടടാ, എവിടെയെങ്കിലും പോയി നന്നായിക്കോ എന്നൊക്കെ പറയും.